പോലീസ് സ്റ്റേഷന് മൂക്കിന് കീഴിൽ നിന്നും യുവാവിനെ കാണാതായിട്ട് 6 മാസം പിന്നിടുന്നു. അന്വേഷണം എങ്ങും എത്തിക്കാനാകാതെ പോലീസ് ഇരുട്ടിൽ തപ്പുന്നു. 2023 നവംബർ 1 മുതലാണ് പത്തനാപുരം പോലീസ് സ്റ്റേഷന് സമീപം ഷൈനി ഭവനിൽ ഷൈജുവിനെ ദുരൂഹ സാഹചര്യത്തിൽ കാണാതാവുന്നത്. ഷൈജുവിന്റെ വീട്ടിൽ വാടകയ്ക്ക് താമസിച്ചിരുന്ന ട്രാൻസ്ജെൻഡേഴ്സിനെ ഷൈജുവിന്റെ സഹോദരി ഇടപെട്ട ഒഴിപ്പിച്ചിരുന്നു. ഇതിനിടെയാണ് ഷൈജുവിനെ ദുരൂഹ സാഹചര്യത്തിൽ കാണാതാവുന്നതും. ഷൈജു ഒറ്റയ്ക്കായിരുന്നു ആദ്യമൊക്കെ ഇവിടെ താമസിച്ചിരുന്നത്. പരാതിയുടെ അടിസ്ഥാനത്തിൽ പത്രപരസ്യം നൽകിയതൊഴിച്ചാൽ മറ്റൊന്നും ചെയ്യാൻ പോലീസിന് കഴിഞ്ഞിട്ടുമില്ല. ഷൈജുവിന്റെ തിരോധാനത്തെക്കുറിച്ച് അന്വേഷണം ഊർജിതമാക്കണമെന്നാവശ്യപ്പെട്ട് പഞ്ചായത്ത് നഗർ റെസിഡൻസ് അസോസിയേഷനും ഇതിനിടെ രംഗത്ത് വന്നിട്ടുണ്ട്. പത്തനാപുരം പോലീസ് സ്റ്റേഷൻ സമീപത്ത് ഷൈജുവിനെ കാണാതായിട്ട് ഏകദേശം 6 മാസത്തിലധികമാകുന്നു. നമുക്കൊക്കെ വളരെ സുപരിചിതനാണ്, എപ്പോഴും ഇവിടെയൊക്കെ ഉള്ള ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹത്തെ കാണാതായിട്ട് 6 മാസമാകുന്നു. ഇത് ഏകദേശം കാണാതായിട്ട് 1 മാസം കഴിഞ്ഞപ്പോൾ തന്നെ പഞ്ചായത്ത് നഗർ റെസിഡൻസ് അസോസിയേഷന്റെ പ്രവർത്തകർ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് അവിടെ പരാതി കൊടുത്ത് അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ടിരുന്നതാണ്. അതുകൂടാതെ 4 മാസം മുമ്പ് അദ്ദേഹത്തിന്റെ സഹോദരി അമേരിക്കയിൽ നിന്ന് വരികയും അവരെല്ലാം കൂടെ ചേർന്ന് ഇവിടെ ഒരു പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്ത് അതിന്റെ പേരിൽ FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തുന്നു എന്ന് പറയുകയും ചെയ്തിരുന്നതാണ്. പക്ഷെ ഇതുവരെയും കണ്ടെത്താൻ കഴിഞ്ഞില്ല. അത് വളരെ ദുരൂഹമായിട്ട് ഞങ്ങൾക്ക് തോന്നുന്നു. കാരണം ഷൈജു എവിടെയാണെന്നുള്ളത് കണ്ടെത്തേണ്ടത് പോലീസിന്റെ ഉത്തരവാദിത്വമാണ്. എത്രയും വേഗം അത് കണ്ടെത്തി ഷൈജുവിനെ കണ്ടെത്തി അറിയിക്കണമെന്നുള്ളത് ആവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങൾ റെസിഡൻസ് അസോസിയേഷൻ ഇപ്പോഴും പോലീസ് സ്റ്റേഷനിൽ നിവേദനം കൊടുത്തിരിക്കുകയാണ്. തീർച്ചയായും ഞങ്ങൾ ശക്തമായി ആവശ്യപ്പെടുന്ന കാര്യം എത്രയും പെട്ടെന്ന് ഷൈജു എവിടെയാണെന്നോ അദ്ദേഹത്തിന് എന്ത് സംഭവിച്ചുവെന്നോ അറിയാനുള്ള അവകാശം നമുക്കുണ്ട്. അത് പോലീസ് അറിയിക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടും. നമ്മൾ പല പ്രാവശ്യം സ്റ്റേഷനിൽ ബന്ധപ്പെട്ട് പരാതി കൊടുത്തിട്ടുണ്ട്. പരാതി കൊടുത്ത പ്രകാരം അത് അന്വേഷണമെന്ന് പറയുന്നതല്ലാതെ അതിനെ ഒരു പ്രോഗ്രസ്. പോലീസിന് മൂക്കിൻ തുമ്പിൽ നിന്നും നടന്നൊരു തിരോധാനം നിസാരമായി അന്വേഷണം നടത്തിയിരുന്നുവെങ്കിൽ പോലും കണ്ടെത്താമായിരുന്നൊരു കേസ്. പോലീസിന്റെ തികഞ്ഞ അലംഭാവം മൂലം 6 മാസം പിന്നിട്ട തിരോധാന കേസ്. എന്താണ് കേരള പോലീസിന് സംഭവിക്കുന്നത്? സാധാരണക്കാർ നീതി തേടിയെത്തുമ്പോൾ നിയമപാലകർ ഉറക്കം നടിച്ചാൽ ഇനിയും കേരളത്തിൽ എന്തൊക്കെയാകും സംഭവിക്കുക? ന്യൂസ് ഡെസ്ക് റിജോ പത്തനാപുരം.